Hi, and welcome back to the channel. It's me Appujan. അപ്പം വൺ പീസ് ചാപ്റ്റർ 117 ഇറങ്ങിക്കഴിഞ്ഞു. ആൻഡ് അഗൈൻ ഓർഡർ ആസ് കുക്കിംഗ്. ബട്ട് അതിലോട്ട് പോകുന്നതിന് മുന്നേ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരിക്കും, അതൊരു ഒരു ഡിസ്കഷൻ വീഡിയോ ആയിരിക്കും. ഞാൻ ചാപ്റ്ററത്തെ എല്ലാ ഡീറ്റെയിൽസോട്ടും ഭയങ്കര ഡീപ്പ് പോകില്ല. സോ ഇതൊരു ഡിസ്കഷൻ പോലെ വെക്കാം. നിങ്ങൾക്ക് എന്താ ചാപ്റ്ററൊക്കെ പറ്റിയതെന്ന് കമൻറ്റ്സ് ഇടും. ആൻഡ് നിങ്ങളൊരു വൺ പീസ് ഫാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. എനിക്കൊരു ഹോൾ പ്ലേലിസ്റ്റ് ഉണ്ട് വിത്ത് വൺ പീസ് വീഡിയോസ്. ഞാൻ ഒരു വൺ പീസ് ഫാനാണ്. സോ ഓബ്വിയസ്ലി ഇനിയും കുറേ വൺ പീസ് കോണ്ടന്റ് വരുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ കോണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ്. ഈ ചാപ്റ്റർ അത്യാവശ്യം ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. ലൈക്ക് നമ്മൾ ഒറ്റൊരു സ്പോട്ടിലായിരുന്നു ഓൾമോസ്റ്റ് ഫുൾ ടൈം. ലൈക്ക് കുട്ടികൾ വീഴാൻ പോകുന്ന അവിടെ. ആൻഡ് നമുക്ക് സെയിൻ സമേഴ്സിൻ്റെ ട്വിസ്റ്റഡ് മെൻറ്റാലിറ്റി മനസ്സിലാവുന്നുണ്ട്. ആൻഡ് അവൻ ഗോഡ് വാലിയിലും ഇതേ മെൻറ്റാലിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ഒരു കുട്ടി മരത്തിൽ കയറി നിൽക്കുമ്പോൾ തന്നെ. സോ അതേ ഒരു റിപ്പീറ്റ് പോലെയാണ് ഉണ്ടാവുന്നത്. ആൻഡ് ഒരു കുറേ ഹോൾസം മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. കുട്ടികൾ അവളുടെ പാരൻസിൻ്റെയും അവർ ചെയ്ത തെറ്റുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ. ബട്ട് ദെൻ ദാ പാനലെത്തും. ആൻഡ് ഐ തിങ്ക് ഇതൊരു ഭയങ്കര ഒരു വലിയ കാര്യമാകാൻ പോവാണ്. ബിക്കോസ് കുറേയൊക്കെ കുട്ടികളുടെ ഫിയർസ് മാറാൻ പോവാണ്. ബിക്കോസ് മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു, പേടിച്ചിട്ട് അവൻ്റെ അമ്മേൻ്റെ പേര് എഴുതി. ആൻഡ് അതൊരു ഡീമൺ പോലെയായിട്ട് വന്ന് കില്ലിങ് അവൻ്റെ പവേഴ്സ് വെച്ചിട്ട്. ബട്ട് അവൻ ആ അമ്മേൻ്റെ കൂടെ ലൈക്ക് ആ റിലേഷൻഷിപ്പ് മെൻഡ് ചെയ്തു. അല്ലെങ്കിൽ അവൻ ആ പേടി പോയിട്ട് മനസ്സിലായി അവൻ്റെ അമ്മ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. സോ ഐ വണ്ടർ ഇതൊക്കെ എന്താ മാറ്റം വരുത്തുമെന്ന്. ലൈക്ക് കില്ലിങ് അവൻ്റെ പവേഴ്സ്, ആ നൈറ്റ് മേഴ്സ് ആക്ച്വലി ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് തുടങ്ങുന്നു. അതേപോലെ തന്നെ ഇവർക്ക് നീക്കാനോടൊരു പേടി ഉണ്ടായിരുന്നു. ബിക്കോസ് നീക്കാനൊരു ഡിസ്ട്രോയർ പോലെ ആയിട്ടാണ് കാണുന്നത്. ബട്ട് അവർ കാണുന്നത് നീക്ക അവരെ രക്ഷിക്കുകയാണ്, ലൂഫീനെയാണ് അവർ കാണുന്നത്. സോ ഐ വണ്ടർ ഇതൊക്കെ ഒരു മാറ്റം വരുത്തുമെന്ന് കില്ലിങ് അവൻ്റെ പവേഴ്സ് വെച്ചിട്ട്. ആൻഡ് ഓൾസോ ദ എലിഫൻറ്റ് ഓർ ദ ഡ്രാഗൺ ഇൻ ദ റൂം, ലോക്കി. സോ അങ്ങനെ നമുക്ക് ഫൈനലി ലോക്കീൻ്റെ എബിലിറ്റീസ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഹൗ ബിഗ് ലോക്കി ഈസ്. ഓക്കെ, സോ നമ്മൾ കാണുന്ന ഈ ഒരു മാങ്കയിൽ ലൂഫീൻ്റെ വയറിൽ ജയൻസാണുള്ളത്. സോ ലൂഫി തന്നെ അവൻ്റെ ഒരു ജയൻറ്റ് ഫോമില. ആൻഡ് ഹീസ് ഓൾറെഡി ബിഗർ ദാൻ ദ ജയൻസ്. ആൻഡ് ഈ ലൂഫി ഇങ്ങനെയാണ് ലോക്കീൻ്റെ തലയിൽ നോക്കുന്നത്. സോ ഹൗ ബിഗ് ഈസ് ലോക്കി? എനിക്ക് സത്യം പറയാം, ഈ ഓഡസാൻ സൈസസ് ഉണ്ടാക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഓഡസാൻ ആക്ച്വലി തിങ്സ് അബൌട്ട് ദ കോൺസിക്വൻസസ് ഓഫ് ദിസ്. ബിക്കോസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഹൗ ലോക്കി ഈസ് ദിസ് ബിഗ്. ഇത് വെച്ചിട്ട് ഡ്രാഗൺ ഒരു ചേരേനെ പോലെ ഉണ്ടാവും. സോറി, നോട്ട് ഡ്രാഗൺ, കൈഡോനെ കാണാൻ ഒരു ചേരേനെ പോലെയായിരിക്കും ലൂഫിക്ക്. ഓക്കെ, സോ യാ ലൂഫി, ഓഹ് മൈ ഗോഡ്, ലോക്കി, ലൂഫി എല്ലാവരും LH പേര് വെച്ചിട്ട്. സോ യാ ഇനി നമുക്ക് നമ്മുടെ അറ്റൻഷൻ മാറ്റാം. ലെറ്റ്സ് ഗോ എ ബിറ്റ് ബാക്ക്. ഈ റോക്സിൻ്റെ ഒക്കെ ബാക്ക് സ്റ്റോറിക്ക് വരുന്നതിൻ്റെ മുന്നേ ഒരു ഹ്യൂജ് ബോംബ് ഉണ്ടായിരുന്നു വൺ പീസിൽ. ദാറ്റ് ഐ തിങ്ക് പീപ്പിൾ ചെറുതായിട്ട് മറന്നു കൈൻഡ് ഓഫ്, ഈവൻ ദോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഞാനിവിടെ മറ്റേ ചാപ്റ്ററിൽ, ഏത് ചാപ്റ്റർ എനിക്കറിയില്ല, ഈ ചാപ്റ്ററിൽ വന്ന് വൺ പീസിൻ്റെ മ്യൂറൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ മ്യൂറലിൽ മെയിനായിട്ട് 3 ബിഗ് ഫിഗേഴ്സ് ഉണ്ട്. ഓക്കെ, ലെഫ്റ്റിൽ ഒരു ഡീമൺ പോലത്തെ ഒരു സാധനം ഉണ്ട്, സെൻട്രൽ ഒരു ഡ്രാഗൺ പോലത്തെ സാധനം ഉണ്ട്, ആൻഡ് റൈറ്റിൽ ഒരു റെഡ് സെർപ്പൻറ്റും ഉണ്ട്. സോ ഞാൻ എൻ്റെ മ്യൂറൽ എക്സ്പ്ലനേഷൻ വീഡിയോസിൽ, ഇഫ് യു വാണ്ട് ടു സീ ദാറ്റ്, ഇവിടെ പോയി നോക്കിയാൽ മതി. ബട്ട് ആ വീഡിയോയിലൊക്കെ ഇവിടെയാണോ അവിടെയോ, എന്തായാലും ഇവിടെ പോയി നോക്കിയാൽ മതി. ബട്ട് ആ വീഡിയോയിൽ ഞാൻ വിചാരിച്ചത് ഈ 3 സാധനങ്ങൾ ഏൻഷ്യൻറ്റ് വെപ്പൺസ് ആയിരിക്കാം. ബിക്കോസ് 3 ഏൻഷ്യൻറ്റ് വെപ്പൺസ് ഉണ്ട്, ഇവിടെ 3 ഫിഗേഴ്സ് ഉണ്ട് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട്. സോ ഐ തോട്ട് മേ ബി അത് ഏൻഷ്യൻറ്റ് വെപ്പൺസ് ആവാം. ബട്ട് നൗ എൻ്റെ തോട്ട്സ് മാറുന്നുണ്ട്. ബിക്കോസ് ആ നടുക്കത്തെ ആ ഡ്രാഗൺ ഈസ് വെരി ജയൻറ്റ്. ആൻഡ് ചെറുതായിട്ട് ദാറ്റ് കുഡ് ബി ലോക്കീസ് ഡെവിൾ ഫ്രൂട്ട്. ഓക്കെ, സോ ലോക്കി കുഡ് ബി ദ ഫോറസ്റ്റ് ഗോഡ്. ആൻഡ് ലോക്കി ഫോറസ്റ്റ് ഗോഡ് ആണെങ്കിൽ നമുക്ക് വൺ പീസ് ദ മെയിൻ 4 ഗോഡ്സ് എവിടെയാണെന്ന് മനസ്സിലായി. അത് എവിടെയാണ്, ബട്ട് ആരൊക്കെയാണെന്ന് കൈൻഡ് ഓഫ് മനസ്സിലായി. ഫസ്റ്റ് ഓഫ് ഓൾ സൺ ഗോഡ് ഉണ്ട്, ഓബ്വിയസ്ലി ലൂഫിയാണ്. ആൻഡ് ദെൻ ദെസ് എ റെയിൻ അല്ലെങ്കിൽ സീ ഗോഡ്, ആൻഡ് അതും ഓബ്വിയസ്ലി ഇമു ആണ്. ബിക്കോസ് ഇമു തിരിച്ചിട്ട ഉമിയെ വിച്ച് ലിറ്ററലി ട്രാൻസ്ലേറ്റ് ടു സീ ഡെവിൾ ഓർ അങ്ങനെ എന്തോ. ബട്ട് യാ, സോ ഇമു, ഉമി, സീ ഗോഡും റെഡി, സൺ ഗോഡും റെഡി. ആൻഡ് ഐ തിങ്ക് ദിസ് ലോക്കിൻ്റെ ഒരു ഡെവിൾ ഫ്രൂട്ട് is the legendary Nidhoggo, whatever that is. I think that is the forest god devil fruit, because അത്ര ഒരു legendary devil fruit ആണ്. It's not like oh it's a mythical devil fruit. No, it's a legendary devil fruit. റോക്സ് കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്, it's a legendary devil fruit. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സോ എനിക്ക് തോന്നില്ല ജസ്റ്റ് നോട്ട്
ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ബി ഒരു സാധാ ഒരു എന്താ പറയുക മിത്തിക്കൽ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി സം ഡെവിൾ ഫ്രൂട്ട് ഫോം ഫോറസ്റ്റ് ഗോഡ് നീഡോഗോ സം വാട്ട് എവർ. ബട്ട് അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഈ റെഡ് സെർപ്പൻറ്റ് എന്താണ്? സോ ഈ റെഡ് സെർപ്പൻറ്റ് ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ വെച്ചാണെങ്കിൽ ഇതെല്ലാം ഗോഡ്സ് ആണെങ്കിൽ ദിസ് റെഡ് സെർപ്പൻറ്റ് ഹാസ് ടു ബി ദ എർത്ത് ഗോഡ്. ആൻഡ് ഓണസ്റ്റ്ലി ഐ തിങ്ക് ഈ റെഡ് സെർപ്പൻറ്റ് ഒറ്റൊരു കാര്യമാവാൻ പറ്റൂ. ഇറ്റ് ഹാസ് ടു ബി ദ റെഡ് ലൈൻ. എനിക്ക് തോന്നില്ല ലൈക്ക് റെഡ് ലൈൻ ഒരു നാച്ചുറലായിട്ട് ഫോം ചെയ്തൊരു കാര്യം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വൺ പീസ് വേൾഡിൽ? ഇറ്റ് ഡസ് നോട്ട് സീം ലൈക്ക് ദാറ്റ് ടു മീ. ഇറ്റ്സ് വെരി യുണീക്ക്. ഈവൻ അത് ബിൽഡ് ചെയ്യാൻ തന്നെ എത്ര കാലം എടുത്തിട്ടുണ്ടാവും നമുക്കറിയില്ല. ഈ 900 years വേൾഡ് സെഞ്ച്വറി സമയത്ത് ഈ റെഡ് ലൈൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് റെഡ് ലൈൻ ഉണ്ടായിരുന്നു എന്ന്. എനിക്ക് തോന്നുന്നത് വേൾഡ് ഗവൺമെൻറ് ഇവരെ തോൽപ്പിച്ചതിന് ശേഷം ഇത് റെഡ് ലൈൻ ഉണ്ടാക്കിയതാണെന്ന്, അതായത് റെഡ് ലൈനിനെ അങ്ങനെ ആക്കിയതാണെന്ന്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ എർത്ത് ഗോഡ്. ആൻഡ് നൗ നമുക്ക് 2 ഗോഡ്സ് ഉണ്ട് ഓൺ അവർ സൈഡ് വിത്ത് ലൂഫി ആൻഡ് ലോക്കി അഗൈൻസ്റ്റ് ഇമു ആൻഡ് ദ റെഡ് ലൈൻ. ബട്ട് ഇതൊരു കൺഫർമേഷൻ അല്ല, ഞാൻ ജസ്റ്റ് ഒരു തിയറി ക്രാഫ്റ്റിംഗ് ചെയ്യാണ്. ബട്ട് ഐ തിങ്ക് നമുക്ക് വൺ പീസിലെ എല്ലാ ഗോഡ്സും കിട്ടിക്കഴിഞ്ഞെന്ന്. ആൻഡ് എനിക്ക് ഈ വീഡിയോ അത്രേ പറയാനുള്ളൂ. ഐ നോ ഇറ്റ്സ് എ ബിറ്റ് ഷോർട്ട്. ഞാൻ പോകുന്നതിന് വരെ ഇത്തിരി കാര്യം കൂടെ ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് വൺ പീസ് ഓർ എനിത്തിങ് റിലേറ്റഡ്, പേഴ്സണൽ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഐൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബട്ട് എനിവേ, സോ ഞാൻ ഫൈനലി എൻ്റെ റൂം ഒന്ന് കുറച്ച് സെറ്റാക്കി. ഇത് ഭയങ്കര അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഞാൻ ഫൈനലി ഈ സാധനമൊക്കെ സെറ്റാക്കി വെച്ചായിരുന്നു, റൂമൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. ആൻഡ് ഞാൻ വീഡിയോസൊക്കെ നല്ലോണം അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചായിരുന്നു. ബട്ട് ഐ ആം മൂവിങ് ഗൈസ്. ഞാനിപ്പം കേരളത്തിലാണ്. സോ ഐ മൂവിങ് ബാക്ക് ടു ബാംഗ്ലൂർ. സോ ഈ സെറ്റപ്പിനൊക്കെ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അവിടെ തന്നെ സെറ്റിലാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. സോ ഹോപ്പ്ഫുള്ളി ആ സമയത്തിൽ എനിക്ക് എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ഐ കനോട്ട് ഗ്യാരണ്ടി യു ഗൈസ് ദാറ്റ് എനിക്ക് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഇറക്കാൻ പറ്റുന്നൊക്കെ. സോ ഗിവ് മീ സം ടൈം. ഞാൻ എന്തായാലും തിരിച്ചു വരും. ബിക്കോസ് ഐ എം ഹാവിങ് ഫൺ മേക്കിംഗ് കോണ്ടന്റ് അഗൈൻ. ബട്ട് അതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഐ ജസ്റ്റ് സാഡ് തന്നെ ഞാൻ സെറ്റപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം ഐ എം ജസ്റ്റ് ഗോയിങ്. ലൈക്ക് ഇത് ഞാൻ അവിടെ സെറ്റപ്പാക്കാൻ എത്ര പണിയെടുന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ കൂടുതൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും നിൽക്കുന്നത്. എൻ്റെ അവിടെ എനിക്കിങ്ങനെ ആണിയൊന്നും അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ കോണ്ടന്റ് ചിലപ്പം കുറച്ചൊരു ബ്രേക്ക് ഉണ്ടാവുമായിരിക്കും. സോ ഐ എം സോറി അബൌട്ട് ദാറ്റ്. ഞാൻ പറ്റുന്നതും ഞാൻ അതിൻ്റെ മുന്നേ 2-3 വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കാൻ നോക്കാം. ഐ ക്യാനോട്ട് ഗ്യാരണ്ടി യു എനിത്തിങ്. ബിക്കോസ് ഞാൻ 5 ദിവസത്തെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകണം. സോ കുറേ ഷോപ്പിങ്ങും ഒക്കെ ചെയ്യാണ്ട്. ബട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഐൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.